പ്രിയമുള്ളവരെ, നമ്മൾ എന്നും കേൾക്കുന്ന ഓരോ വാർത്തകൾ അത് വേദനിപ്പിക്കുന്ന വാർത്തകളാണ്. നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയാതെ നിസ്സഹായിയായി നിൽക്കുന്ന ഒരു വാർത്തകളാണ്. നമ്മുടെ ഇടയിൽ എന്തുകൊണ്ട് ഇപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു? എന്തുകൊണ്ട് ഇപ്പോൾ ഇങ്ങനെ സംഭവിക്കുന്നു? അത് അച്ചടക്കമില്ലായ്മയാണ്. അഹങ്കാരവും അഹമ്മതിയും സാമ്പത്തികത്തിൻ്റെ അല്ല, പൂർവികന്മാരാൽ ഉണ്ടാകുന്ന അവർ നന്മയിലൂടെയാണ് ജീവിച്ചിരിക്കുന്നത്. അവർ ചിട്ട, പ്രകൃതിയുടെ ചിട്ട, മനുഷ്യൻ്റെ ചിട്ട, മൃഗങ്ങളുടെ ചിട്ട, ദൈവത്തിൻ്റെ ചിട്ട എല്ലാം അനുഷ്ഠിച്ചു വന്ന പൂർവികന്മാരെ അവഗണിക്കുന്ന ഒരു കാലം വന്നു. അവരെ വാക്കുകൾ ഒരു അന്ധവിശ്വാസത്തിലേക്ക് നയിച്ചുകൊണ്ട്, അന്ധവിശ്വാസമല്ല ഇതാണ് ലോകമെന്ന് കാണിച്ചു കൊണ്ടിറങ്ങുന്ന കുറേ മനുഷ്യരായി തീർന്നു. എന്നുവെച്ചാൽ ലോകം മുഴുവൻ അധികം 100-ൽ ഒരു 60% അങ്ങനെയുള്ളവരായിത്തീരും. 40% ഇന്നും അവരുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ജീവിക്കുന്നവരുണ്ട്. പക്ഷേ ഈ 40% പേരെ ഇവർ പരിഹസിക്കുന്നുണ്ട്. കാരണം ഒരു ഉദാഹരണം ഞാൻ പറയാം. കമ്പ്യൂട്ടർ അത് മനുഷ്യ സൃഷ്ടിയാണ് അല്ലേ? ഒരു മനുഷ്യൻ്റെ തലച്ചോറിൽ നിന്ന് ഉത്ഭവിക്കുന്നതാണ് ഒരു കമ്പ്യൂട്ടർ, അല്ലാതെ പ്രകൃതി ഉത്ഭവിച്ചതല്ല. പ്രകൃതി ഉത്ഭവിച്ചതെന്താ? മണ്ണ്, ജലം, സസ്യങ്ങൾ, മനുഷ്യർ, മൃഗങ്ങൾ, ജീവജാലങ്ങളെ സർവ്വത്തിനെയാണ് ദൈവം സൃഷ്ടിച്ചത്. അതിന് വേണ്ട പോലുള്ള സാധനങ്ങൾ കൊടുക്കുക, ഭക്ഷണം കൊടുക്കുക, എല്ലാ സൗകര്യങ്ങളും അവർക്ക് ചെയ്തു കൊടുക്കുക, എല്ലാ സാഹചര്യങ്ങളും ഒത്തിണക്കി അവർക്ക് കൊടുക്കുക അല്ലേ? പക്ഷേ മനുഷ്യന് എല്ലാറ്റിലും ബുദ്ധിയും സാമർഥ്യവും കഴിവും ദൈവം കൊടുത്തു. എന്തുകൊണ്ടാണ്? അത് പുരോഗമനം ഉണ്ടാകാൻ വേണ്ടിയാണ്. പക്ഷേ ആ പുരോഗമനം അവർ തന്നെ അവരുടെ കഴിവായി തീർത്ത്. മനുഷ്യനാണ് ഈ ലോകത്തിൻ്റെ ദൈവമെന്ന് കണ്ട്. അതുകൊണ്ടാണ്. ഒന്ന് നിങ്ങൾ തിരിഞ്ഞു നോക്ക്. ഒരു ചെറിയൊരു പുല്ലെടുത്തിട്ട് നോക്കിയാൽ മതി. ആ പുല്ലിൻ്റെ വേര് അത് പോകുന്നത്, അത് മണ്ണിൽ വളരുന്നു. അത് മനുഷ്യൻ സൃഷ്ടിച്ചതല്ലല്ലോ, ദൈവം സൃഷ്ടിച്ചതല്ലേ? അതിനെ മാത്രം ശ്രദ്ധിച്ചിട്ട് നമ്മൾ മനസ്സിലാക്കുക, നമ്മൾ ദൈവമൊന്നുമല്ല, ദൈവസൃഷ്ടിയാണ്. നമ്മൾ ഇതുണ്ടാക്കുന്നത് മുഴുവനും അന്ധവിശ്വാസം എന്ന് അനേകർ പറയുമ്പോൾ അതിൻ്റെ പുറകെ പോകാതിരിക്കുക. അന്ധവിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊന്ന് പറഞ്ഞു തരണം, എനിക്കറിയില്ല കേട്ടോ. ദൈവവിശ്വാസം അന്ധവിശ്വാസമാക്കി തീർക്കുക. എന്നിട്ട് മൂഢന്മാരുടെ പുറകെ ഓരോരുത്തരും വിശ്വാസവും നന്മയുള്ളവർ പുറകെ വാലായി പോയിക്കൊണ്ടിരിക്കുക. അവരെ കൊണ്ടുപോകുന്ന ഇരുട്ടത്ത് നടക്കുന്നവർ അവരിരുട്ടത്ത് നടക്കുന്നു, അവരെയും കൂടി ഇരുട്ടത്തിലേക്ക് നടത്തുന്നു. അതാണ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ നേരം വെളുക്കണ്ട, അല്ലെങ്കിൽ സന്ധ്യ ആകണ്ട, ഇതൊന്നും ചെയ്യണ്ടല്ലോ. സന്ധ്യയും വേണ്ട, പ്രഭാതവും വേണ്ട, രാത്രിയും വേണ്ട. അത് നമ്മൾ മനുഷ്യനുണ്ടാക്കുന്നതാ? അല്ലല്ലോ. അത് കൃത്യമായി തന്നെ പ്രകൃതി അനുഷ്ഠിക്കപ്പെടുന്നില്ലേ? അതൊന്നും നോക്കിയപ്പോരെ. പോട്ടെ, ഈ ജലതരംഗം എവിടെ നിന്ന് എടുത്തത്? ഗാനത്തിൻ്റെയാണ് ജലതരംഗം. വെള്ളത്തിൻ്റെ അല്ലേ? വെള്ളത്തിൽ നിന്നുണ്ടാക്കുന്ന സ്വരമല്ലേ? വെള്ളം വീഴുന്ന താളത്തിനാണ് ജലതരംഗം എന്ന് പറയുന്നത്. ആ വെള്ളം താഴോട്ട് വീഴുമ്പോൾ അത് ഒരു മനുഷ്യൻ അത് കണ്ടുപിടിച്ചത്, അതിൻ്റെ താളം ജലതരംഗമാക്കി അത് ഗാനത്തിലൂടെ അത് പാടുന്നു ഇല്ലേ? അത് മനുഷ്യനെ ഉണ്ടാക്കിയതല്ലോ. ഒരു കുയിൽ അപ്പോൾ മുളം തണ്ടിൽ പാടുന്ന ഓടക്കുഴൽ എവിടെ നിന്ന് എടുത്ത ഗാനം? മുളയിൽ നിന്നാണ് എടുത്തത്. മുളയിൽ നിന്നും അത് രാക്കിളി പോലെ അത്
കാറ്റത്താടുമ്പോൾ അതിൻ്റെ ഈണമായി എടുത്തിട്ട് അതിനകത്തിലൂടെയാണ് ഒരു മനുഷ്യൻ അത് ഓടക്കുഴലാക്കി തീർത്ത് അതിലൂടെ പാടുകയാണ് അതിൻ്റെ ഓളങ്ങളെ. അതിൻ്റെ ഒരു ഓളമായി അത് ഓടക്കുഴലായി നിർമ്മിക്കപ്പെട്ടത്. അതൊരു ഗാനമാക്കി. പക്ഷികൾ പല രീതിയിലും ചലിക്കുന്ന അവരുടെ സ്വരം എടുത്തിട്ടാണ് നമ്മൾ ഗാനത്തിലേക്ക് വരുത്തിയത്, ഗാനത്തിൻ്റെ താളങ്ങളാക്കി എടുത്തത്. അല്ലേ? മഴത്തുള്ളിയാണ് ഒരു ഗാനമാക്കി എടുത്തത്. ഇതെല്ലാം പ്രകൃതിയിൽ നിന്ന് എടുത്തിട്ട് എൻ്റെ കഴിവാണ് എന്ന് നിശ്ചയിക്കുന്നെങ്കിൽ അത് മണ്ടത്തരല്ലേ? അത് എടുക്കുന്നവൻ്റെ കഴിവ്, ആ കഴിവ് ദൈവം കൊടുത്തൊരു കഴിവ്. അങ്ങനെ ചിന്തിച്ചുകൂടെ നിങ്ങൾക്ക്? ചിന്തിച്ചാൽ ഇന്ന് ഈ പ്രകൃതിയിൽ ഇങ്ങനെ നാശങ്ങൾ സംഭവിക്കുമോ? ഇല്ല, ഒരിക്കലും നാശങ്ങൾ സംഭവിക്കില്ല. പിന്നെ പഠിച്ചിട്ട് വലിയ കുറേ അറിവ് നേടിയവരെ നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കണം. അവരെപ്പോഴും കുണ്ടിലായിരിക്കും, അകമടിഞ്ഞ കുണ്ടിലായിരിക്കും. ആ സ്ഥാനത്ത് കുറച്ച് വിദ്യാഭ്യാസവും ബാക്കി മുഴുവൻ അറിവ് നേടി നടക്കുന്നവൻ അവനാണ് മഹാൻ. അവൻ മഹാനായിരിക്കും. കാരണം അവന് തേടി നടന്നുകൊണ്ടേയിരിക്കും അറിവ്. കാരണം അവൻ ജനിച്ച നാൾ തൊട്ട് അറിവ് നേടി മരിക്കുമ്പോൾ വരെയും അവൻ അറിവ് നേടിക്കൊണ്ടിരിക്കും. അതാണ് അറിവ് നേടുന്നതെന്ന് പറയുന്നത്. അവനാണ് പണ്ഡിതനും വിജ്ഞാനിയും ശാസ്ത്രവും എല്ലാം അവൻ തന്നെയായിരിക്കും. ശരിക്കും പറഞ്ഞാൽ പ്രകൃതി, കാരണം ഒരു പ്രകൃതിയാണ് നമ്മളെ, ജ്ഞാനവും പ്രകൃതിയാണ് നമ്മളെ സർവ്വപരിവർത്തനവും നടത്തുന്ന പ്രകൃതിയിൽ നിന്നാണ്. അതിനെ ബഹുമാനിച്ച് നമുക്ക് കിട്ടുന്ന കഴിവിനെ ഓർത്ത് അഭിമാനത്തോടെ ഇരുന്ന് അത് ഉപയോഗിക്കുമ്പോൾ നമ്മൾ ആത്മസംതൃപ്തിയോടെ നമ്മളെ തന്നെ നമ്മൾ ബഹുമാനിക്കാൻ പഠിക്കണം, നമ്മളെ തന്നെ ആദരിക്കാൻ പഠിക്കണം. എന്നാലേ മറ്റുള്ളവരെ ആദരിക്കാൻ പഠിക്കുകയുള്ളൂ. മനസ്സിലായോ? നമ്മൾ എളിമപ്പെടുമ്പോഴേ നമ്മൾ മറ്റുള്ളവരെ എളിമപ്പെടുകയുള്ളൂ. അല്ലാതെ നമ്മൾ എളിമപ്പെടാതെ നമ്മൾ അഹങ്കാരത്തോടെ പൊക്കത്ത് കയറി ഇരുന്നച്ച് മറ്റുള്ളവർ എളിമപ്പെടട്ടെ, മറ്റുള്ളവർ താഴട്ടെ, മറ്റുള്ളവർ അങ്ങനെ ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? ഒരു കാര്യവുമില്ല. എന്താണ് ഞാൻ നിങ്ങൾക്ക് തരുന്ന എൻ്റെ ലൈവ്. ഈ വാക്കുകൾ ഇഷ്ടമായെങ്കിൽ എനിക്ക് ലൈക്ക് ചെയ്യുക.